ഹലോ എവരിവൺ, ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് സെം പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അസൈൻമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ വീക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അസൈൻമെൻറ്റിൻ്റെ ഒരു ഇൻഫോർമേഷൻ വന്നിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് സെമ്മിലെ വിദ്യാർത്ഥികൾ ഓൾറെഡി ഇത് അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അസൈൻമെൻറ്റുകൾ വയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് അടുത്ത മാസം, അതായത് മെയ് 10-ാം തീയതിയാണ് നിലവിൽ ഡേറ്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള അസൈൻമെൻറ്റുകൾ ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നും ഏതൊക്കെ അസൈൻമെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യണം, അങ്ങനെ സെക്കൻഡ് സെം വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റുകളാണ് പറയുന്നത് കേട്ടോ. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് സെമ്മിലെ പോലെ തന്നെ സ്റ്റുഡൻറ്റിൻ്റെ പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനായിട്ട് SGOU ലോഗിൻ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്ന കാൻഡിഡേറ്റ് ഓർ സ്റ്റുഡൻറ്റ് ലോഗിൻ എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കേണ്ടത്. ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്ത് പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യുക. പ്രൊഫൈലിൽ ലോഗിൻ ആയി കഴിഞ്ഞാൽ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ അസൈൻമെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ സെം 2 ആണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. S2 സെലക്ട് ചെയ്ത് വ്യൂ കൊടുക്കുക. ഈ സെം 2 സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ 2025 അഡ്മിഷൻ എടുത്ത UG PG വിദ്യാർത്ഥികൾ, ഓക്കെ, ഡിഗ്രി PG എല്ലാ കോഴ്സസിനും അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ, ഇപ്പോൾ സെം 2 ആണല്ലോ കറൻ്റ്ലി. അപ്പോൾ ആ കുട്ടികളൊക്കെയാണ് ഇപ്പോൾ അസൈൻമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യാനുള്ളത്. നിങ്ങൾ അഡ്മിഷൻ എടുത്തതിന് ശേഷം ഒരു കഴിഞ്ഞ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ സെക്കൻഡ് സെം രജിസ്ട്രേഷൻ ഈ ഒരു കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ആയിട്ട് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ സെമ്മിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ സെമ്മിലേക്കുള്ള അസൈൻമെൻറ്റുകളും എക്സാമൊക്കെ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ S2 സെലക്ട് ചെയ്ത് കൊടുത്തപ്പോൾ ഈ ഒരു സ്റ്റുഡൻറ്റിനെ സെം 2 പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ കാണുന്നുണ്ട്. എന്നിട്ട് സൈഡിലോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ലാസ്റ്റ് ഡേറ്റ് പറയുന്നുണ്ട് കേട്ടോ. ഓൺലൈനായിട്ട് അസൈൻമെൻറ്റുകൾ വയ്ക്കാനുള്ള നിലവിലെ ലാസ്റ്റ് ഡേറ്റ് അടുത്ത മാസമാണ്, അതായത് മെയ് 11 ഡേറ്റിൽ എക്സ്റ്റൻഷൻ ഉണ്ടാവാം എല്ലാ തവണത്തെയും പോലെ, പക്ഷേ ഇപ്പോഴത്തെ ഡേറ്റ് ഈ ഒരു മെയ് 11. യൂണിവേഴ്സിറ്റി പറയുന്നത് ഓഫ്ലൈനായിട്ടും സ്റ്റുഡൻസിന് അസൈൻമെൻറ്റുകൾ വയ്ക്കാമെന്നാണ്, പക്ഷേ അത് LSC ആണ് അതൊക്കെ തീരുമാനിക്കുന്നത് കേട്ടോ. എല്ലാ LSCകളിലും ഓഫ്ലൈനായിട്ട് അസൈൻമെൻറ്റുകൾ സ്വീകരിക്കാറില്ല. അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ട് നിങ്ങൾ അസൈൻമെൻറ്റ് വയ്ക്കുമ്പോൾ വാല്യുവേഷനൊക്കെ ഡിലേ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ ഒരു പ്രൊഫൈൽ വഴി ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം കേട്ടോ. അപ്പോൾ വ്യൂ അസൈൻമെൻറ്റ് 1 കൊടുത്താൽ ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റും വ്യൂ അസൈൻമെൻറ്റ് 2 കൊടുത്താൽ അനലിറ്റിക്കൽ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ സെം 1 കഴിഞ്ഞ് വന്ന വിദ്യാർത്ഥി ആയതുകൊണ്ട് തന്നെ ഈ ഒരു അസൈൻമെൻറ്റ് 1ഉം 2 എന്തൊക്കെയാണെന്നെല്ലാം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റും അനലിറ്റിക്കൽ അസൈൻമെൻറ്റുമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ വ്യൂവിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സെം 2 ചെയ്യേണ്ട അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിലുള്ള അസൈൻമെൻറ്റുകൾ വേണം നിങ്ങൾ എഴുതാനായിട്ട്. ഈ ഒരു സമയം നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യമാണ്, ഇൻഫോടെക്കിൽ നിന്ന് ഹാൻഡ് റിട്ടൺ അസൈൻമെൻറ്റും നമ്മൾ സോൾവഡ് അസൈൻമെൻറ്റുകളൊക്കെ SGOU സ്റ്റുഡൻസിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ സെക്ഷനിൽ സെം 1 സ്റ്റുഡൻസ് നമുക്ക് അസൈൻമെൻറ്റ് ചെയ്യാനായിട്ട് വന്ന സമയത്ത് പല കുട്ടികളും നമുക്ക് ഫോർവേഡ് ചെയ്ത് തന്ന അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസൊക്കെ തെറ്റായിരുന്നു കേട്ടോ. അതായത് 2025 അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളാണെങ്കിലും അവർ 24, 23 അഡ്മിഷൻ കുട്ടികളുടെ ക്വസ്റ്റ്യൻസൊക്കെ ആയിരുന്നു ചില കുട്ടികൾ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങളത് നോട്ട് ചെയ്തിട്ട് അവരുടെ അടുത്ത് ഇൻഫോം ചെയ്തിരുന്നു, പ്രൊഫൈലിലുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ എഴുതേണ്ടതെന്നുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയൊക്കെ ഷെയർ ആയി കിട്ടുന്ന PDF സബ്ജക്റ്റ് സെയിം ആണെങ്കിൽ ഡയറക്റ്റ് അങ്ങ് എഴുതാനുള്ള സാധ്യതയുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എപ്പോഴും നിങ്ങളുടെ ഈ ഒരു സ്റ്റുഡൻറ്റ് പ്രൊഫൈലിൽ കയറി നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു സ്റ്റെപ്സ് ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈലിൽ കാണുന്ന ക്വസ്റ്റ്യൻ ഏതാണോ അത് വേണം എഴുതാനായിട്ട് കേട്ടോ. റോങ് ക്വസ്റ്റ്യൻസ് എഴുതി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യുവേഷൻ നടക്കില്ല, മാർക്കും കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ കാര്യം ശ്രദ്ധിക്കാനായിട്ട് പറഞ്ഞത്. അപ്പോൾ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസൊക്കെ ഇതുപോലെ കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്ത് അസൈൻമെൻറ്റ് വർക്കുകളൊക്കെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇനി അധികം ദിവസം ഇല്ലല്ലോ സബ്മിറ്റ് ചെയ്യാനായിട്ട്. അസൈൻമെൻറ്റുകൾ എഴുതാനുള്ള സമയം നിങ്ങൾക്കില്ല എങ്കിൽ ഇൻഫോടെക്ക് ഇവിടെ നിന്ന് ഹാൻഡ് റിട്ടൺ അസൈൻമെൻറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അസൈൻമെൻറ്റ് നിങ്ങൾക്ക് എഴുതാൻ സമയമുണ്ട്, പക്ഷേ ആൻസേഴ്സ് അറിയില്ല എങ്കിൽ സ്റ്റുഡൻസിനായിട്ട് ഓരോ കുട്ടികൾക്കുമായിട്ട് യുണീക്കായിട്ടുള്ള അസൈൻമെൻറ്റ് ആൻസേഴ്സ് അവിടെ നിന്ന് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് സോൾവഡ് അസൈൻമെൻറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേന ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ അസൈൻമെൻറ്റുകളൊക്കെ എങ്ങനെ ഓൺലൈൻ സബ്മിറ്റ് ചെയ്യണമെന്നുള്ള വീഡിയോസ് മുമ്പ് നമ്മൾ ഇതേ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കണ്ടു നോക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.